Man is born as an innocent child, but later he becomes a wicked person. Here we are discussing such a topic, The Face of Judas Iscariot by Bonnie Chamberlain. The Face of Iscariot എന്ന ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു കഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് എഴുതിയത് ബോണി ഇഷ്കരിയോത്ത്. And it is a story narrated to the author by an old priest. ഒരു പുരോഹിതൻ നമ്മളുടെ ഓതറായ ബോണി ഷാംബർലൈനോട് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കറിയോത്ത്. ഇറ്റ് ഈസ് അബൌട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. ആൻഡ് സെഞ്ചുറീസ് എഗോ എ ഗ്രേറ്റ് പെയിന്റർ വാസ് ആസ്ക്ഡ് ടു പെയിന്റ് എ മ്യൂറൽ ദറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഫോർ എ കത്തീഡ്രൽ ഇൻ എ സിസീലിയൻ ടൗൺ. സിസിലിയിലെ ഒരു ടൗണിൽ, ഒരു പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം വിവരിക്കുന്ന ഒരു മ്യൂറൽ പെയിന്റിംഗ് വരയ്ക്കണമെന്ന് ഒരു പെയിന്ററോട് ആവശ്യപ്പെട്ടു കുറെ വർഷങ്ങൾക്ക് മുൻപ്. ആൻഡ് ദ ആർട്ടിസ്റ്റ് വർക്ക്ഡ് ഹാർഡ് ഫോർ ഇയേഴ്സ് ബട്ട് കുഡിന്റ് കംപ്ലീറ്റ് ഇറ്റ് എക്സെപ്റ്റ് ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ്, ദ ഫിഗർ ഓഫ് ചൈൽഡ് ക്രൈസ്റ്റ് ആൻഡ് ജൂദാസ് ഇസ്കറിയോത്ത്. ഈ പെയിന്റർ ഒരുപാട് വർഷം അതിനുവേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ആ ഒരു ചിത്രത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പെയിന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുള്ള ഒരു മോഡൽ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്. ഒന്ന് ചൈൽഡ് ജീസസ് ആണ്, ചൈൽഡ് ക്രൈസ്റ്റ് ആണ്. അതേപോലെ മറ്റൊന്ന് യേശുവിനെ ഒറ്റിക്കൊടുത്ത ജൂദാസ് ഈസ്കറിയോത്ത്. ഇവരുടെ രണ്ടുപേരുടെയും മുഖം ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഹി സെർച്ച്ഡ് ഫോർ ദ മോഡൽ ഫോർ ദീസ് ടു ഫിഗേഴ്സ്. ഈ രണ്ട് രൂപങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്താണ്, ക്രൈസ്റ്റ് ചൈൽഡും അതേപോലെ തന്നെ ജൂദാസ് ഈസ്കറിയോത്ത്, ഈ രണ്ട് മോഡലുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ നാളുകൾ കാത്തിരുന്നു. അതിനുവേണ്ട അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ആൻഡ് ദാറ്റ് ആർട്ടിസ്റ്റ് അറ്റ് ലാസ്റ്റ് ഫൗണ്ട് എ 12-year-old ബോയ് ആസ് ദി മോഡൽ ഫോർ ക്രൈസ്റ്റ് ചൈൽഡ്. അവസാനം 12 വയസ്സുള്ള ഒരു കുട്ടിയെ അദ്ദേഹം കണ്ടുപിടിക്കുന്നു. ആ കുട്ടിയെ എന്താണ്, ചൈൽഡ് ക്രൈസ്റ്റായി മോഡലാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ദോ ഹിസ് ഫേസ് വാസ് ഡേർട്ടി, ഹി ഹാസ് ദ ഫേസ് ഓഫ് എൻ ഏഞ്ചൽ. കുട്ടി ഒരു സ്ട്രീറ്റിൽ വളരുന്ന കുട്ടിയാണ്. അവന് എന്താണ്, ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത വളരെ വികൃതമായിട്ടുള്ള ഒരു രൂപമാണ്. പക്ഷേ അവൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള കോലം വികൃതമാണ്, അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ടുള്ള അഴുക്കൊക്കെ നിറഞ്ഞ കുപ്പായവും കുളിക്കാതെ നനയ്ക്കാതെയുള്ള ആ ഒരു രൂപമാണെങ്കിൽ തന്നെയും അവൻ്റെ മുഖത്തിന് ഒരു മാലാഖയുടെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കുട്ടിയെ മോഡലായിട്ട് എടുക്കുന്നത്. ആൻഡ് ദ പെയിന്റർ വാസ് വറീഡ് അബൌട്ട് his masterpiece as it is incomplete because of the lack of the model of Judas Iscariot. അങ്ങനെ ഇൻഫന്റ് ജീസസ്, അല്ലെങ്കിൽ ആ ഒരു ജീസസ് ചൈൽഡിനെ വരച്ചു. ആ ഒരു മോഡലും കിട്ടി. അങ്ങനെ ഏകദേശം ചിത്രം അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുന്ന സമയത്താണ് ജൂദാസ് ഈസ്കറിയോത്തിന്റെ മോഡലിനെ അദ്ദേഹത്തിന് കിട്ടാത്ത ആ ഒരു വിഷമം, അതേപോലെ തൻ്റെ ഈ ഒരു മാസ്റ്റർ പീസ് ഇൻകംപ്ലീറ്റ് ആയി മാറുമോ എന്നുള്ള ഒരു ഭയവും അദ്ദേഹത്തിനുണ്ടാവുന്നു. And the story of his incomplete masterpiece spread widely and many people came forward as models. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ഒരു ചിത്രം ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള ആ ഒരു വാർത്ത അവിടെയൊക്കെ പരക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ജൂദാസിന്റെ മോഡലാകാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേരുന്നു. ബട്ട് ദ പെയിന്റർ നീഡ്സ് എ മാൻ ഹൂസ് ലൈഫ് ഹാസ് ബീൻ ഡിസ്ട്രോയ്ഡ് ബൈ ഗ്രീഡ് ആൻഡ് ലസ്റ്റ്. പക്ഷേ ഒരുപാട് പേര് മോഡലായിട്ട് എത്തുന്നെങ്കിലും ആ പെയിന്ററിന് അവരെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്, ലസ്റ്റ് മീൻസ് കാമം, അതേപോലെ തന്നെ ഗ്രീഡ്, അത്യാഗ്രഹവും കാമവും ഒക്കെ കൊണ്ട് എന്താണ് വികൃതമായ ജീവിതമുള്ള ഒരു വ്യക്തിയെയാണ് അദ്ദേഹത്തിന് ആവശ്യം. അങ്ങനെയുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതുകൊണ്ട് ഈ വന്ന ആളുകളെ ഒന്നും ആ പെയിന്റർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് വൺ ഡേ ഇൻ ദ ആഫ്റ്റർനൂൺ ഹി ഫൗണ്ട് ഹിസ് മോഡൽ, a man with ugly looking and staggered in begging for wine. ഒരു ദിവസം അദ്ദേഹം സ്ട്രീറ്റിൽ വെച്ച് കാണുന്ന ഒരു വ്യക്തിയെ കാണുന്നു. അയാളുടെ രൂപം വളരെ വികൃതമായ രൂപമാണ്, അഗ്ലി ലുക്കിംഗ് ആണ്. അതേപോലെ തന്നെ കള്ളിന് വേണ്ടിയിട്ട്, വൈനിന് വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു എന്താണ്, വെച്ച് നിൽക്കണം. ഓൾറെഡി കുടിച്ചിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും കള്ളിന് വേണ്ടി ഇങ്ങനെ എന്താണ് യാചിച്ചുകൊണ്ട്, ഓരോ ആളോട് യാചിച്ചുകൊണ്ട് വെച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ്, ആടിയാടി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് അദ്ദേഹം കാണുന്നത്. ആ ആളെ അദ്ദേഹം ജൂദാസിന്റെ മോഡലാക്കാൻ തീരുമാനിക്കുന്നു.
ആൻഡ് ഹിസ് ഫേസ് ക്യാരീസ് ദ മാർക്ക് ഓഫ് എവറി സിൻ. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ അറിയാം എല്ലാ വൃത്തികേടുകളും നിറഞ്ഞ ഒരു മുഖമാണ് ആ മനുഷ്യനുള്ളത്. അങ്ങനെ ആ മനുഷ്യനെ മോഡലായിട്ട് എടുക്കുന്നു. ആൻഡ് ദ ആർട്ടിസ്റ്റ് ഫീൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് വർക്ക് സ്പീഡ്ലി. തൻ്റെ നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു മോഡലിനെ കണ്ടെത്തിയതിൽ ആ ആർട്ടിസ്റ്റിന് തൃപ്തി ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു മാസ്റ്റർ പീസിന്റെ കംപ്ലീഷനിലേക്ക് കടക്കുന്നു. ആ വർക്ക് വേഗം തീർക്കുന്നു. ആസ് ദ വർക്ക് കണ്ടിന്യൂസ് എ സഡൻ ചേഞ്ച് കെയിം ഓവർ ദ മോഡൽ. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു മാറ്റം ആ മോഡൽ, അദ്ദേഹം വരച്ച ആ മോഡൽ അല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് ഉള്ളത്. ആ ഒരു മുഖത്ത് ഒരു വ്യത്യാസം വരുന്നു. The lazy look on his face was replaced with a strange tension. അതുവരെ ഒരു ലേസി ലുക്കായിരുന്നു, എല്ലാ പാവങ്ങളും ചെയ്ത ഒരു വൃത്തികെട്ട മനുഷ്യന്റെ മുഖമായിരുന്നു അത്ര നേരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് ആ മോഡലിൽ ഒരു മാറ്റം വരുന്നു. അതായത് ഒരു സ്ട്രേഞ്ച് ടെൻഷൻ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖമായി മാറുന്നു ഈ ഒരു മോഡലിന്റെ മുഖം. ആൻഡ് ദ പെയിന്റർ വാസ് ഹോറിഫൈഡ് ഓൺ ദിസ് സഡൻ ചേഞ്ച്. ഈ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം കണ്ടിട്ട് പെയിന്റർക്ക് വളരെയധികം വിഷമം തോന്നുന്നു. അദ്ദേഹം പേടിക്കുന്നു. കാരണം കുറെ ആളുകൾ അദ്ദേഹത്തിന് ഈ ജൂദാസിന്റെ മോഡലാകാൻ വന്നു, പക്ഷെ അവരെ ആരെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട ഈ മോഡലിനെ നോക്കി വരയ്ക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സ്ട്രേഞ്ച് ടെൻഷനാണ് പിന്നീട് കാണുന്നത്. ആ ഒരു കുറ്റബോധമൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രേഞ്ച് ടെൻഷൻ കാണുന്നു. ഇത് കണ്ടപ്പോഴേക്കും ആ പെയിന്ററിന് വളരെയധികം പേടി തോന്നുന്നു. ആൻഡ് ദ പെയിന്റർ വെപ്റ്റ് ബിറ്റർലി. അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി പെയിന്റർ. കാരണം താൻ ഇത്ര നാളും കാത്തിരുന്ന ഒരു മാസ്റ്റർ പീസ് വേറൊരു കോലത്തിലായി മാറുമോ എന്നുള്ള പേടി കാരണം അദ്ദേഹം കരയാൻ തുടങ്ങി. ആൻഡ് ദ മോഡൽ ടോൾഡ് ഹിം ദാറ്റ് ഹി വാസ് എ മോഡൽ ഫോർ ദ ക്രൈസ്റ്റ് ചൈൽഡ് മെനി ഇയേഴ്സ് എഗോ. ഈ പെയിന്ററുടെ ഈ ഒരു ടെൻഷൻ കണ്ട ഉടനെ നമ്മളുടെ മോഡല് പെട്ടെന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ? എന്നെ ഓർക്കുന്നുണ്ടോ? താങ്കൾ എന്നെ ഓർക്കുന്നുണ്ടോ? എന്താ കാരണം? ഞാൻ താങ്കൾക്ക് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു മോഡലായിരുന്നു. ആരാണ്? ഈ ഒരു ക്രൈസ്റ്റ് ചൈൽഡ്, യേശുക്രിസ്തുവിന്റെ കുട്ടിക്കാലം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ താങ്കൾ സ്ട്രീറ്റിൽ നിന്ന് എടുത്തില്ലേ? ആ കുട്ടിയാണ് ഞാൻ. അന്ന് എനിക്ക് ഏഞ്ചലിന്റെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പെട്ടെന്ന് കരയാൻ തുടങ്ങി. And the model told him that he was a model for the Christ child many years ago. Now he becomes the model of Judas also. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ മോഡലായ ഞാനാണ് ഇന്ന് ജൂദാസിനെ നമുക്കറിയാം, ഹി ഈസ് ദ പേഴ്സൺ ഹു ബിട്രൈഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു. ആ ശിഷ്യന്മാരിൽ പ്രധാനിയായ ജൂദാസ് ആണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. വെള്ളിക്കാശിന് വേണ്ടിയിട്ട്, അതായത് ചെറിയ നാണയത്തുട്ടുകൾക്ക് വേണ്ടിയിട്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത ഏറ്റവും വൃത്തികെട്ട ജൂദാസിന്റെ രൂപം വരയ്ക്കാൻ അന്ന് താങ്കൾ തെരഞ്ഞെടുത്ത ആ ഒരു മാലാഖയുടെ മുഖമുള്ള യേശുക്രിസ്തുവിന് വേണ്ടി മോഡലാക്കിയ ഞാനാണ് ഇപ്പോഴത്തെ ഈ ഒരു ജൂദാസ് എന്ന് പറഞ്ഞ് ആ ഒരു മനുഷ്യൻ കരയാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഈസ് സോ ഐറോണിക് ദാറ്റ് ദ മാൻ ഹു ഹാഡ് ദ ഫേസ് ഓഫ് ആൻ ഏഞ്ചൽ നൗ ഹാസ് ദ ഫേസ് ഓഫ് എ കംപ്ലീറ്റ്ലി ഈവിൾ മാൻ. പെട്ടെന്നൊരു വൈരുദ്ധ്യം തോന്നുന്നു. കാരണം പണ്ട് മാലാഖയുടെ മുഖമുള്ള കുട്ടിയെ ഇപ്പോഴൊരു വൃത്തികെട്ട മനുഷ്യന്റെ മുഖമുള്ള ഒരാളായി മാറി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ രൂപത്തിലേക്ക് എത്തിച്ച സമൂഹം, അല്ലെങ്കിൽ ആ ഒരു മാറ്റം. ആൻഡ് ഇറ്റ് ഗീവ്സ് ദ മെസ്സേജ് ദാറ്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് സ്ലോലി ഹി ബിക്കംസ് വിക്കഡ് ആൻഡ് ലോസസ് ഹിസ് ഇന്നസെൻസ്. ഈ കഥയിലെ മെസ്സേജ്, മനുഷ്യൻ നിഷ്കളങ്കനായിട്ടാണ് ജനിക്കുന്നത്. ചെറിയ കുഞ്ഞ്, ആ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കാലക്രമേണ അവൻ എല്ലാ വൃത്തികേടുകളും ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായി മാറുന്നു. ആ സമൂഹത്തിന്റെ സ്വാധീനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ജൂദാസ് ഇസ്കറിയോത്ത് ഈസ് ദി കോംപ്ലക്സ് ക്യാരക്ടർ ഹു ബിട്രേസ് ജീസസ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. പുതിയ നിയമത്തില്, ബൈബിളില് ഓൾഡ് ടെസ്റ്റമെന്റ് എന്നും ന്യൂ ടെസ്റ്റമെന്റ് എന്നും 2 ഡിവിഷൻ ഉണ്ട്. അതിൽ ന്യൂ ടെസ്റ്റമെന്റിലാണ് വിവരിക്കുന്നത്, പുതിയ നിയമത്തിലാണ് ഈ യേശുക്രിസ്തുവിന്റെ കഥകൾ വിവരിക്കുന്നത്. അതിൽ പറയുന്ന യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ആ മനുഷ്യനാണ്, ആ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു, അദ്ദേഹമാണ് ജൂദാസ് ഇസ്കറിയോത്ത്. ആൻഡ് ദ ഓഥർ ഡിസ്കസസ് വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ജൂദാസ് ബിട്രയൽ ഇൻ റിലീജിയസ്, സൈക്കോളജിക്കൽ ആൻഡ് ലിറ്റററി പെർസ്പെക്റ്റീവ്. ഇവിടെ നമുക്ക് ജൂദാസിന്റെ പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻ, ഇന്റർപ്രിട്ടേഷൻ കാണാൻ സാധിക്കും. അതായത് മതപരമായ രീതിയിൽ ജൂദാസിനെ
ഇന്റർപ്രറ്റ് ചെയ്തത് കാണാം. അതായത് സൈക്കോളജിക്കൽ രീതിയിൽ, അതായത് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നിഷ്കളങ്കനായ ഒരു കുട്ടി പിന്നീട് ക്രൂരനായി അല്ലെങ്കിൽ വൃത്തികെട്ടവനായി മാറുന്ന ആ ഒരു സൈക്കോളജിക്കൽ, ആ മനസ്സിന്റെ മാറ്റം അത് കാണാൻ സാധിക്കും. അതേപോലെ ലിറ്റററി പെർസ്പെക്റ്റീവിലും അദ്ദേഹത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കറിയോത്ത്, അതിന്റെ ടൈറ്റിലാണ്. ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. അതിൽ ആ ഒരു ഫേസിന് രണ്ട് ഫേസ് ആണ്. ഒന്ന് യേശുക്രിസ്തുവിന്റെ, അതായത് എന്താണ്, ഹി വാസ് ദി മോഡൽ ഫോർ ക്രൈസ്റ്റ് ചൈൽഡ്. പിന്നീട് അദ്ദേഹം ഹി ബിക്കെയിം ദ മോഡൽ ഓഫ് ജൂദാസ് ഇസ്കറിയോത്ത്. അതാണ് ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഹിസ് ഇൻകംപ്ലീറ്റ് മാസ്റ്റർ പീസ്. ഇൻകംപ്ലീറ്റ് മാസ്റ്റർ പീസ് ആകാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ്സിന് ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണം ആ ഒരു എന്താണ്, ദ പെയിന്റർ കനോട്ട് ഫൈൻഡ് മോഡൽസ് ഫോർ ടു മേജർ ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ്? ക്രൈസ്റ്റ് ചൈൽഡ് ആൻഡ് ജൂദാസ് ഇസ്കറിയോത്ത്. ആ രണ്ട് കഥാപാത്രങ്ങൾ, രണ്ട് മോഡലുകളെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ദ മാസ്റ്റർ പീസ് ടേൺസ് ടു ബി ഇൻകംപ്ലീറ്റ്. പിന്നീട് അതിനകത്ത് ചോദിക്കാവുന്നത് ക്യാരക്ടർ ഓഫ് ജൂദാസ്, ജൂദാസിന്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ മാൻ who became the model of Judas Iscariot. These are the main points. Hope you enjoyed it. Thank you.